പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ അതിഥിയായി ഇവിടെ എത്തിയ ഡോക്ടർ എലിയാസ്, ഡോക്ടർ തോമസ് എലിയാസ്, ഡോക്ടർ ജെസി എലിയാസ് അല്ലേ, ഡോക്ടർ ജെസി എലിയാസ്. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ തന്നെ ഒരു വ്യക്തി 3-4 വർഷമായി ഞങ്ങൾ കണ്ടിട്ട്, മിസ്റ്റർ പൗലോസ് സാറ് കോതമംഗലം. അപ്പോൾ എല്ലാവരെയും കണ്ടതിൽ വളരെ സന്തോഷം. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. ഞാൻ ഏതാനും ചില ശിഥിലമായ ചിന്തകൾ മാത്രമേ ഈ അവസരത്തിൽ ഇവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം പെട്ടെന്ന് ചാടി ഓരോ വിഷയത്തിൽ നിന്ന് യുദ്ധത്തിൻ്റെ ഓരോ കെടുതികളെ പറ്റി ഒരു ഹെലികോപ്റ്റർ റൈഡ് എങ്ങനെയാണോ ആകാശത്ത് നിന്നും നമ്മൾ വീക്ഷിക്കുന്നത് എന്ന രീതിയിൽ വീക്ഷിച്ച് പോവുകയാണ്. പ്രത്യേകിച്ച് അതിന് അടുക്കും ചിട്ടയും ഒന്നും കണ്ടെന്നിരിക്കില്ല. അതിലെ തെറ്റുകൾ കുറ്റങ്ങൾ നിങ്ങൾ സദയം ക്ഷമിക്കണം. അതേമാതിരി ഞാനിന്ന് ഇവിടെ എൻ്റെ അഭിപ്രായങ്ങൾ ഒരിക്കലും ഒരു ഇരുമ്പൊലക്ക അല്ല. ആർക്കും അതിനെ പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. ഒപ്പം തന്നെ ഞാൻ ഇവിടെ സംസാരിക്കുന്ന ഒരു മതത്തിൻ്റെയോ ഒരു രാഷ്ട്രത്തിൻ്റെയോ ഒരു പൗരൻ പ്രത്യേക എന്നുള്ള നിലയിലല്ല, ഒരു സ്വതന്ത്ര ചിന്തകൻ, ലോകത്തിലെ ഒരു സാധാരണക്കാരായ ഒരു മനുഷ്യൻ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന സാധാരണക്കാരനാണ്. അത് ഇന്ത്യയിലാകാം, അമേരിക്കയിലാകാം, ഇറാഖിയാകാം, ഇറാനിയാകാം, ആരുമാകാം. ഒരു സാധാരണ പച്ചയായ ഒരു മനുഷ്യൻ യുദ്ധത്തെ എങ്ങനെ നോക്കി കാണുന്നു, ആ രീതിയിലാണ് ഞാൻ എൻ്റെ സ്വതന്ത്രമായ വീക്ഷണം ഇന്ന് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഏതാണ്ട് 2-3 മാസം മുൻപാണ്, ഒരു മാസം ഓർക്കുന്നില്ല ശരിയായിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഹൗസിംഗ് കോംപ്ലക്സിലെ നമ്മൾ നടക്കാനൊക്കെ പോകുമല്ലോ, ഒരു വൈകുന്നേരം നടക്കാൻ പോയി. നടക്കുകയായിരുന്നു, വല്ലപ്പോഴും ഒക്കെ നടക്കും, ആരോഗ്യത്തിന് ഒക്കെ നടക്കുന്നത് നല്ലതാണ്, നമുക്കറിയാമല്ലോ. അപ്പോൾ നടക്കുന്ന അവസരത്തിൽ നമ്മളെ ഒരു മലയാളി പ്രമുഖൻ്റെ വീടിൻ്റെ മുമ്പിൽ കൂടെ നടക്കാനിടയായി. ഒരു അധികം പ്രായമില്ല, മധ്യവയസ്കനായ ഒരു മലയാളി പ്രമുഖൻ. എന്ത് കാര്യത്തെ പറ്റിയും അഭിപ്രായങ്ങളുണ്ട്, എപ്പോഴും നമ്മളോട് തർക്കിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ തർക്കിക്കുന്ന ഒരു സ്വഭാവമുള്ള പ്രമുഖനായ ഒരു മലയാളി പ്രവർത്തകൻ, സാംസ്കാരിക രംഗത്ത് പ്രബലനാണെന്നാണ് പുള്ളിയുടെ പക്ഷം. അപ്പോൾ എന്തുമായിക്കോട്ടെ, ഞാൻ നടക്കുവാനിടയായി. അപ്പോൾ പുള്ളിക്ക് എപ്പോഴും പുള്ളി ഒരു ജോളി ടൈപ്പാണ്, വളരെ ജോളി. അദ്ദേഹത്തിൻ്റെ നല്ല വീടാണ്, സാമ്പത്തികമായ ഒരു ഭദ്രതയുള്ള ഒരു കുടുംബമാണ്. അപ്പോൾ അദ്ദേഹം നല്ല മനോഹരമായ വീട് ഹ്യൂസ്റ്റണിൽ. അപ്പോൾ ആ വീടിൽ സാധാരണഗതിയിൽ വൈകുന്നേരമാകുമ്പോൾ, നല്ല കാലാവസ്ഥ ഒക്കെ ആണെങ്കിൽ വൈകുന്നേരമാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഒരു പക്ഷത്തുള്ള ഗരാജ് ഒന്ന് തുറന്നിടും. വിശാലമായ ഗരാജ്, ഏതാണ്ട് 4 വണ്ടികൾ പാർക്ക് ചെയ്യാവുന്ന ഒരു ഗരാജ് തുറന്നിടും. അദ്ദേഹം പാർട്ടി പ്രിയനാണ്, അദ്ദേഹം പാർട്ടി നടത്തും. അതിനകത്ത് വെച്ച് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ആ പാർട്ടി നടത്തുന്ന അവസരത്തിൽ ഒരുപക്ഷെ കുറച്ച് അയൽവക്കക്കാർ കാണും. അദ്ദേഹത്തിൻ്റെ സൗഹൃദത്തിൽപ്പെട്ട കുറേ വ്യക്തികൾ സാധാരണ സംബന്ധിക്കാറുണ്ട്. അതിനകത്ത് ആണുകൾ കാണും, പെൺകുട്ടികൾ കാണും, എല്ലാവരും കാണും. ഓക്കെ, അന്ന് നടക്കുന്ന അവസരത്തിൽ അവിടെ ഒരു വൻ പാർട്ടി, ഒരു ബാർബിക്യൂ പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം സാധാരണഗതിയിൽ നമ്മുടെ ഈ സൂപ്പർ ബോൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഫുട്ബോൾ ഒക്കെ നടക്കുമ്പോൾ നമ്മൾ വീക്ഷിക്കാറുണ്ടല്ലോ, കുറേ ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി ഒക്കെ വീക്ഷിക്കാറുണ്ടല്ലോ. അല്ലെങ്കിൽ ക്യാമ്പയിൻ നടക്കുമ്പോൾ അവസരത്തിൽ വിക്ടറിക്ക് വേണ്ടി ചിലവർ കൂടും, സന്തോഷിക്കും. അപ്പോൾ വോട്ടിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് കൈകൊട്ടി അവർ അതേ രീതിയിൽ ഇവിടെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാർബിക്യൂ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരും ചിക്കൻ കടിച്ചു പറിക്കുന്നുണ്ട്, പന്നിയിറച്ചി കടിച്ചു പറിക്കുന്നുണ്ട്, എല്ലാം കടിച്ചു പറിച്ച് സന്തോഷിച്ച് കൈകൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് അവർ കാണുന്നത്? അവർ കാണുന്നത് സത്യത്തിൽ സൂപ്പർ ബോളല്ല. അവർ കാണുന്നത്
യുദ്ധത്തിന്റെ മിസൈലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നത്, യുദ്ധത്തിന്റെ ബോംബുകൾ സാധാരണക്കാരുടെ തലയിൽ വർഷിക്കുന്നത് കാണുകയാണ്. കൈകൊട്ടി അത് ആസ്വദിക്കുകയാണ്. അത് ഏത് രാജ്യത്തുമായിക്കോട്ടെ, അവിടെ കുഞ്ഞു കുട്ടി പരാധീനക്കാരായ ആൾക്കാരുടെ തലയിൽ ബോംബുകൾ വീഴുകയാണ്. അവിടെ ചത്ത് ജനം വിട്ടയുകയാണ്. രക്തത്തിന്റെ തോര പറയുന്ന പെരുമഴ അവിടെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മലയാളിയായ പ്രമുഖൻ ആസ്വദിക്കുകയാണ്. ഇനിയും വേണം, വർഷിക്കട്ടെ അവിടെ. അവിടെയാണ് പാലങ്ങള്, തുരങ്കങ്ങള്, കെട്ടിടങ്ങള്, ഫ്ലാറ്റുകള് എല്ലാം തകർന്നടിഞ്ഞ് വീഴുകയാണ്. അവിടെ ചുവട്ടിൽ മരിച്ചു വീഴുന്നത് പച്ച മാംസം പിടയുന്ന കുഞ്ഞുങ്ങൾ, അങ്ങനെയാണ് മരിച്ചു വീഴുകയാണ്. അത് നമ്മൾ കേട്ടിട്ടുണ്ടാവും ചില അവസരത്തില്. അവിടെ 50 പേര് ആ യുദ്ധത്തിൽ മരിച്ചു, അല്ലെങ്കിൽ ചിലയിടത്ത് പറയും 50,000 മരിച്ചു. അപ്പോ ഇദ്ദേഹം കൈകൊട്ടി ആർത്തി ചിരിക്കുകയാണ്, കാരണം ആസ്വദിക്കുകയാണ്. അത് ഞാനിത് പറഞ്ഞു വരുന്നത്, യുദ്ധത്തെ കെടുതികളെ പറ്റി ദുഃഖിക്കുന്നത് വരെ ആസ്വദിക്കുന്ന ഒരു ജനം നമ്മുടെ മുമ്പില് സാംസ്കാരിക രംഗത്ത് ഏതിനും എന്തിനും കയറിയ അഭിപ്രായം പറയുന്ന ആൾക്കാർ ഉണ്ട് എന്ന് പറയാനാണ്. അതായത് ഞാനിതിനെ പറ്റി സംസാരിക്കുമ്പോൾ അമ്മയെ തല്ലിയാലും 2 അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടല്ലോ. എന്തിനും ഏതിനും അഭിപ്രായങ്ങൾ ഉണ്ടാവും. അപ്പോൾ അത് അഭിപ്രായം ഓരോരുത്തരുടെ. പിന്നീട് യുദ്ധത്തെ പറ്റി ഒക്കെ നമ്മൾ ധാരാളമായിട്ട് കേട്ടിരിക്കും. പക്ഷേ യുദ്ധമുഖത്ത്, പണ്ടൊക്കെ യുദ്ധമുഖത്ത് നിന്ന് മാധ്യമപ്രവർത്തകരെ, TV-ക്കാര് സംപ്രേഷണം ചെയ്യുമായിരുന്നു കാര്യങ്ങൾ. ഇപ്പൊ യുദ്ധമുഖത്ത് നിന്ന് സംപ്രേഷണം ചെയ്ത് കുറവാണ്. അധികപക്ഷവും എന്തെങ്കിലും ഒരു TV-യിലെ യുദ്ധമുഖം എന്ന് തോന്നിക്കത്തക്ക രീതിയിലുള്ള കുറെ പിക്ചർ എല്ലാം വെച്ചുകൊണ്ടാണ് ഈ പറയുന്ന പ്രക്ഷേപണങ്ങളെ, യുദ്ധമുഖത്ത് നിന്നുള്ള അഭിപ്രായങ്ങൾ പറയുന്നത്. നമ്മൾ കേട്ടിട്ടില്ലേ, ഇപ്പൊ ഇവിടെ ധാരാളം മാധ്യമങ്ങൾ, മലയാള മാധ്യമങ്ങളുണ്ട്. അവർ എത്ര പേര് യുദ്ധമുഖത്ത് നിന്ന് പോയി ഡയറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്? വളരെ ചുരുക്കം. കാരണം അവർക്ക് ഭയമാണ്, ഏത് സമയത്താണ് അവര് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഏത് സമയത്താണ് അവർ ജയിലിൽ പോകുന്നത്, അല്ലെങ്കിൽ ഏത് സമയത്താണ് അവരുടെ തലയിൽ ബോംബ് വീഴുന്നത് എന്ന് അവർക്ക് അറിയില്ല. അതുകൊണ്ട് ഭയമാണ്. അപ്പോ ഈ പിന്നീട് നമുക്ക് യുദ്ധമുഖത്ത് നിന്ന് കിട്ടുന്ന വാർത്തകൾ കൂടുതൽ ഒരിക്കലും എല്ലാം വിശ്വസനീയമല്ല. നമുക്കറിയാമല്ലോ, പല അവസരത്തിൽ ദ വിന്നിംഗ് പാർട്ടി, ദ വലിയ പാർട്ടിയിൽ നിന്ന് അവർ കൊടുത്തുവിടുന്ന വാർത്തകളാണ് നമുക്ക് കൂടുതൽ ലഭ്യമാകുക. തോൽവി, അതായത് തോറ്റുകൊണ്ടിരിക്കുന്ന രാജ്യത്തിന്റെ, തോറ്റു നിൽക്കുന്ന വിഭാഗത്തിൽ നിന്നുള്ള വാർത്തകൾ, അടിച്ചമർത്തപ്പെടുന്നവരുടെ വാർത്തകൾ ചുരുക്കമായിട്ട് കേൾക്കാൻ സാധ്യതയുള്ളൂ. ദ വിന്നിംഗ് പാർട്ടി, അതിന്റെ വാർത്തകളാണ് നമ്മൾ ഡൈജസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് വേറൊന്നുണ്ട്, നമ്മള് സാധാരണക്കാരായ മനുഷ്യർ, ആൾക്കാർ എപ്പോഴും നമ്മുടെ രാജ്യത്തെ സപ്പോർട്ട് ചെയ്യണം. അവർ ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്നൊന്നല്ല, അല്ലെങ്കിൽ നമ്മുടെ വർഗത്തെ, നമ്മുടെ മതത്തെ, യുദ്ധം എന്തുമായിക്കോട്ടെ, യുദ്ധത്തിന് ജസ്റ്റിഫൈഡ് ആയിക്കോട്ടെ അൺജസ്റ്റിഫൈഡ് ആയിക്കോട്ടെ, നമ്മുടെ ഭാഗം മാത്രമേ നമ്മൾ ഒരു മാധ്യമ പ്രവർത്തകൻ, അതിൽ സാധാരണക്കാരൻ പറയാൻ പാടുള്ളൂ. അതിനെപ്പറ്റി വിശകലനം ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഒരുപക്ഷെ ആ വ്യക്തി ജയിൽ അകത്തുള്ളിലായിരുന്നു, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ തല കണ്ടു എന്നിരിക്കില്ല. അതായത് രാഷ്ട്രത്തിന്റെ തലവന്മാര് യുദ്ധം അവരെ അനുകൂലമായ വാർത്തകളെ പറയാൻ പാടുള്ളൂ. അല്ലെങ്കിൽ യുദ്ധത്തിനെതിരായിട്ട് സമരങ്ങള് ക്യാമ്പസുകളിൽ പണ്ടൊക്കെ കൂടുതലായിട്ട് ക്യാമ്പസുകൾ, പ്രത്യേകിച്ച് ഇവിടെ ബോസ്റ്റണിലെ ഒക്കെ യൂണിവേഴ്സിറ്റി, ന്യൂയോർക്കിലെ ഒക്കെ ക്യാമ്പസുകളിൽ യുദ്ധവിരുദ്ധ പ്രക്ഷോഭണങ്ങൾ പലപ്പോഴും നടത്തിയിട്ടുണ്ട്. പ്രക്ഷേപണം ചെയ്യുന്ന, അതായത് യുദ്ധത്തിനെതിരായിട്ട് സംസാരിക്കുന്നവരും സമരം ചെയ്യുന്നവരും അഭിപ്രായം രേഖപ്പെടുത്തുന്നവരും ചിലപ്പോൾ അത് എവിടെയായിക്കോട്ടെ, ഇന്ത്യയിലായിക്കോട്ടെ, അമേരിക്കയിലായിക്കോട്ടെ, ചിലപ്പോൾ നാട് കടത്തപ്പെടും.
ഇവിടെ ജുഡീഷ്യറിയെ പറ്റി പറയുന്നത് യുദ്ധ സമയത്ത് ജുഡീഷ്യറി എക്സിക്യൂട്ടീവിനെ ഓശാന പാടിക്കൊണ്ട് ചിന്തിക്കണം. ജുഡീഷ്യറിയെ ഒരുപക്ഷെ നിഷ്പക്ഷമാക്കും, ഒരുപക്ഷെ സൈലന്റ് ആക്കും. അതൊക്കെയാണ് നടക്കുന്നത്. ഇപ്പോ നമ്മളൊക്കെ ഞാനിപ്പോ ഒരിക്കലും കേരള, അപ്പോൾ കേരളത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ഈ പറയുന്ന ആള് കേരളീയനായിരുന്നു. ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അതേമാതിരി സന്തോഷിക്കുന്നവരും ദുഃഖിക്കുന്നവരും ധാരാളമുണ്ട്. യുദ്ധം കാണുമ്പോൾ കരയുന്നവരുണ്ട്. അപ്പോ ഞാൻ ഒരുപക്ഷെ പറഞ്ഞു എന്ന് മാത്രം യുദ്ധത്തിന്റെ ഭീകരത, രാക്ഷസീയത അതിനെപ്പറ്റി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോ കേരളീയരെ പറ്റി പറയുമ്പോൾ കേരളത്തിൽ ജീവിക്കുന്നവരുടെ യുദ്ധത്തിന്റെ ആ ഭീകരത അധികം അനുഭവിച്ചിട്ടില്ല. നമ്മൾ അതിനൊക്കെ ഒരു വില്ലുമാതിരി വളഞ്ഞു കിടക്കുന്ന ഭാരതത്തിന്റെ തെക്കേ അറ്റത്ത് കിടക്കുന്ന ജനങ്ങളാണ്. യുദ്ധത്തിന്റെ കെടുതികൾ നമ്മൾ അനുഭവിച്ചിട്ടില്ല. ഒരുപക്ഷെ അവിടെ പോകുമ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഒരുപക്ഷെ യുദ്ധത്തിന്റെ കെടുതികൾ കാശ്മീർ ഭാഗത്ത് അവിടെ ആ ഭാഗത്ത് അനുഭവിച്ച ഒരു ധാരാളമില്ല. കേരളത്തിൽ നടന്നിട്ടുള്ളത് ഒന്നുമില്ല. നമ്മൾ ഭടന്മാരെ സംഭാവന ചെയ്തിട്ടുണ്ട്. അത് മാത്രം മിലിറ്ററിക്ക് പോകുന്നു, അങ്ങനെയുള്ള സിനിമ കഥകളൊക്കെ ഉണ്ട്. പക്ഷേ യുദ്ധത്തിന്റെ കെടുതികൾ സത്യത്തിൽ അനുഭവിച്ചിട്ടില്ല. അതേമാതിരി തന്നെ യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവപ്പെടാത്ത ഒരു രാജ്യത്താണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. വടക്കേ അമേരിക്ക ഏതാണ്ട് സുരക്ഷിതമാണ്. പല യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഈ രാജ്യം മിക്കവാറും യുദ്ധമുഖത്ത് നിന്ന് വളരെ അകലെയാണ്. ഇവിടെയൊന്നും മിസൈലുകൾ, അറ്റം ബോംബും അണുബോംബും ഒക്കെ എത്തുമായിരിക്കാം. മറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ എത്താൻ വളരെ പ്രയാസമാണ്. അല്ലെങ്കിൽ എത്തുമ്പോൾ തന്നെ അതിനെ തടുക്കാനുള്ള ഒത്തിരി മിസൈലുകളെല്ലാം ഇവിടെ ഉള്ള സംവിധാനങ്ങളുണ്ട്. ലോകത്തിലെ നമ്പർ 1 രാജ്യമാണ്. മിലിറ്ററി ബേസിലെല്ലാം ഇത് നമ്പർ 1 രാജ്യമാണ്. നമുക്കൊക്കെ അറിയാം. അപ്പോ പിന്നീട് നമ്മുടെ കേരളത്തിലേക്ക് പണ്ട് കാലത്തൊക്കെ നമ്മളെ ഏതാ യുദ്ധം, തിരുവിതാംകൂർ, കൊച്ചി, നമ്മുടെ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് രാജ്യം ഭരിച്ചിരുന്നു. കുളച്ചൽ യുദ്ധം എന്നുള്ള കുളച്ചൽ, അന്നത്തെ പഴയ കാലത്ത് കാർമ്മന്മാർ പറയുന്നത് കുളച്ചൽ യുദ്ധം. അപ്പൊ വേലുത്തമ്പി ദളവ കൈവറ്റി കാൽവെട്ടി. അന്നത്തെ യുദ്ധം എന്ന് പറയുന്നത് വാടും വരിശയും ഉപയോഗിച്ചുള്ള യുദ്ധമാണ്. അപ്പൊ തെക്കുംകൂറും വടക്കുംകൂറും എന്നുള്ള രാജവംശങ്ങൾ തമ്മിൽ യുദ്ധം, അല്ലെങ്കിൽ ആ രാജ്യം പിടിച്ചടക്കി. അതിനുശേഷം പിന്നീട് നമ്മൾ കേൾക്കുന്നത് ഇത് അതായത് സാമൂതിരി അല്ലെങ്കിൽ മലബാർ ഭാഗത്ത് ടിപ്പു സുൽത്താൻ അവിടെ വന്നു. ടിപ്പു സുൽത്താൻ മൈസൂർ മഹാരാജ്യമായിരുന്നു. അവിടെ ശ്രീരംഗപട്ടണ ആസ്ഥാനമായി അദ്ദേഹം ഭരിച്ചിരുന്നു, ടിപ്പു സുൽത്താൻ. അപ്പോ അദ്ദേഹം കേരളത്തിലേക്ക്, മലബാറിലേക്ക് അന്ന് യുദ്ധത്തിനായിട്ട് വാടും പരീക്ഷയൊക്കെ ആയിട്ട് വന്നു. അത് അന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പഴശ്ശിരാജ ഒക്കെ നേതൃത്വം കൊടുത്ത് ആ യുദ്ധത്തെ തകർത്തു. ടിപ്പു സുൽത്താനെ ഓടിച്ചു. അവിടെയാണ് സുൽത്താൻ ബത്തേരി എന്നൊരു സ്ഥലം നമുക്ക് ആ സുൽത്താൻ വന്ന സുൽത്താൻ ബത്തേരി. ഈ അടുത്ത കാലത്ത് സുൽത്താൻ ബത്തേരിയുടെ പേര് പോലും മാറ്റണമെന്നും പറഞ്ഞ് ഒരു പാർട്ടിക്കാരെ പറയുന്നത് കേട്ടു. ഏതാണെങ്കിലും നടന്നില്ല. എന്തു ആയിക്കോട്ടെ, ഞാനത് സാന്ദർഭികമായിട്ട് സ്പർശിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ചെറിയ ചെറിയ യുദ്ധങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ ആ ശ്രീരംഗപട്ടണത്തിൽ ജോലി ചെയ്തിരുന്നു. ഞാൻ ഇന്ത്യൻ റെയിൽവേയിൽ ജോലി ചെയ്യുന്ന കാലത്ത് ശ്രീരംഗപട്ടണം ആ സ്റ്റേഷനിലെ കമാൻഡിയാണ് ഭാഗത്തേക്ക് ജോലി ചെയ്യുന്നത് വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊക്കെ അവിടുത്തെ ചരിത്രം എനിക്ക് കണ്ടിന്യൂ ചെയ്തു അറിയാം. അതിലൂടെ സ്പർശിച്ചു എന്ന് മാത്രം. അപ്പോ ഇവിടെ ഇപ്പോഴത്തെ നടക്കുന്ന അതിഭീകരമായ യുദ്ധം നമുക്കറിയാം. വ്ളാഡിമിർ പുടിൻ, ഏതാണ്ട് 3 കൊല്ലം മുൻപ്, 3-4 കൊല്ലമായിന്ന് എനിക്ക് തോന്നുന്നത്, ആ യുദ്ധം തുടങ്ങിയിട്ട് അവർ വിചാരിച്ചു പെട്ടെന്ന് തന്നെ ആ രാജ്യത്തെ പിടിച്ചടക്കി ഭരിക്കാമെന്ന് റഷ്യ വിചാരിച്ചു. പക്ഷെ അത് നടന്നില്ല. യുദ്ധം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളോട് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്ന്. പിന്നീട് നമ്മൾ കേട്ടത് ഇസ്രായേൽ ഹമാസ് യുദ്ധം. ആരംഭകാലത്തില് പീഡനം അനുഭവിക്കുന്ന ഒരു വിഭാഗം ജനങ്ങള്
ആരെ ഞാനതിനെ പറ്റി സാധാരണക്കാരെ കേട്ടോ പറയുന്നത്, നേതാക്കളെ പറ്റിയല്ല. അപ്പോ അവിടെ ആദ്യം നമ്മുടെ ഇസ്രായേൽ ഭാഗത്ത് അവിടെ യുദ്ധം അഴിച്ചുവിട്ടു. അതിനുശേഷം ഉരുളച്ചുപ്പേരി എന്ന് പറയുന്ന അവര് 1000 പേരെ അല്ലെങ്കിൽ 2000 പേരെ കൊണ്ടുപോയി അതിന് ബദലായിട്ട് അതിഭീകരമായ ഒരു യുദ്ധം പാലസ്തീൻ ഭാഗത്തേക്ക് അവരഴിച്ചുവിട്ടു. 100,000-ലധികം പേരെ കുഞ്ഞു കുട്ടികളടക്കം കൊല ചെയ്യപ്പെട്ടു. ഈ അടുത്ത കാലത്ത് നമ്മൾ അതിനെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ. അവരുടെ പട്ടിണിയാണ്, പരിവട്ടമാണ്. ഭക്ഷണത്തിന് വേണ്ടി ചിരട്ടകള് അല്ലെങ്കിൽ കൊച്ചു കൊച്ചു പാത്രങ്ങളുമായിട്ട് ഭക്ഷണത്തിന് വേണ്ടി UNO കൊടുക്കുന്ന ഭക്ഷണത്തിന് വേണ്ടി കൈ നീട്ടുകയാണ്. ആ കൈ നീട്ടുന്ന കുഞ്ഞുങ്ങളുടെ നേരെയാണ് ബോംബുകൾ വീഴുന്നത്. അപ്പോൾ ഇപ്രകാരം ബോംബുകൾ വീഴുന്നതിന് കൈകൊട്ടി ആസ്വദിക്കുന്ന ജനങ്ങളുണ്ട്, രാഷ്ട്രത്തലവന്മാരുണ്ട്. പക്ഷേ ഈ അവിടെ മരിച്ചു വീഴുന്ന ആ കുഞ്ഞുങ്ങൾക്ക് എന്ത് രാഷ്ട്രീയം, എന്ത് മതം അവർക്ക്? നമ്മളൊന്ന് സങ്കല്പിക്കുക, നമ്മൾ എല്ലാവരും ആ ഭാഗത്താണ് ജനിച്ചത് എന്നൊന്ന് വിചാരിക്കുക. നമുക്ക് രാഷ്ട്രീയം മാറ്റിവെക്കുക, മതം മാറ്റിവെക്കുക. നമ്മള് ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ ഭവനത്തിൽ ജനിച്ചത് കൊണ്ടവൻ ക്രിസ്ത്യാനി, ഹിന്ദു ഭവനത്തിൽ ജനിച്ചത് കൊണ്ടവൻ ഹിന്ദു ആകുന്നു, മുസ്ലിം അതിൽ ജനിച്ചുകൊണ്ട് മുസ്ലിം ആകുന്നു. ചിലര് മാത്രം മത പരിവർത്തനം ചെയ്യപ്പെടുന്നു. പക്ഷേ ഒരു സാധാരണക്കാരൻ, ഒരു കൊച്ചു കുഞ്ഞിന്റെ അവരെന്ത് പിഴച്ചു ഈ രാഷ്ട്രീയം, അവിടെ ആരുമായിക്കോട്ടെ അവരെന്ത് പിഴച്ചു. ഇപ്പോൾ വേറെ അതിനുശേഷം നമ്മുടെ ഭാരതത്തിൽ നമ്മളതിന് സ്വല്പോടെ കൺസേൺ ആയിരിക്കാം ഒരുപക്ഷെ പുൽമായ ഭീകരാക്രമണം നടന്നു. അപ്പോൾ അവിടെ അതിനുശേഷം ഞാനും അതിനുശേഷം കുറെ പേരെയൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടു, ആക്രമണം തൊടുത്തുവിട്ടത്. അപ്പോൾ ഇന്ത്യയിൽ എന്തുണ്ടായാലും പാകിസ്ഥാനെ ബ്ലെയിം ചെയ്യും, അതേമാതിരി പാകിസ്ഥാൻ എന്തുണ്ടായാലും അവർ ഇന്ത്യയെ ബ്ലെയിം. അത് രാഷ്ട്രീയ ബ്ലെയിം, ഇലക്ഷന് ജയിക്കുവാനും എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം രാഷ്ട്രീയം. പക്ഷെ സാധാരണക്കാരെ എന്ത് പിഴച്ചു? ഈ പുൽമായ ഭീകരാക്രമണത്തിന് ഞാൻ സ്വതന്ത്രമായ അഭിപ്രായം പറഞ്ഞോട്ടെ, അത് പാകിസ്ഥാനാണെന്ന് കാര്യമായി തെളിവുണ്ടോ? നമുക്ക് ചോദിക്കാൻ പാടില്ല. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ബ്ലാക്ക് ലിസ്റ്റഡ്, റെഡ് ലിസ്റ്റഡ് ആയിട്ട് അതെന്തുമായിക്കോട്ടെ, ഞാനത് സ്ലിപ്പ് ചെയ്യാൻ പറയുന്നില്ലേ. നമുക്ക് ഈ ലോകത്ത് ജീവിക്കണം, സ്വതന്ത്രമായ അഭിപ്രായം മാത്രം പറഞ്ഞാൽ പോരാ എപ്പോഴും. അപ്പോൾ അതേമാതിരി ആണ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞാനൊരു ലോകത്ത് ഒരു ഇന്ത്യനായിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്, ഒരു അമേരിക്കനായിട്ടല്ല, അല്ലെങ്കിൽ ആരുമായിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. ഒരു സാധാരണ മനുഷ്യൻ, ദൈവം ഉണ്ടെങ്കിൽ ദൈവം സൃഷ്ടിച്ചിട്ടുള്ള ഒരു സാധാരണക്കാരായ മനുഷ്യൻ എന്നുള്ള നിലയിലാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ യുദ്ധത്തെ തൊട്ടുവിടുമ്പോൾ ഈ രാഷ്ട്ര നേതാക്കന്മാര് ഒരുപക്ഷെ യുദ്ധത്തെ അനുകൂലിക്കുന്നവർ വെറും 1% ആളുകൾ, ബാക്കിയെല്ലാം യുദ്ധം വേണ്ട എന്ന് പറയുന്നത്. യുദ്ധത്തിന്റെ മറ്റൊരു കെടുതി എല്ലാ രാജ്യത്തും ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ്, നമ്മുടെ ഈ രാജ്യത്തിന്റെ മൊത്തം ടാക്സ് പേഴ്സ് മണി യുദ്ധ ഉപകരണങ്ങൾ വാങ്ങിക്കാൻ, അല്ലെങ്കിൽ മിലിറ്ററിയെ ലോകമെന്നും വിന്യസിക്കാൻ ആണ്. ഇന്ത്യയിലാണെങ്കിലും ഇവിടെയാണെങ്കിലും ഒക്കെ നമ്മൾ ഈ പറയുന്ന യുദ്ധത്തിന് വേണ്ടിയാണ് നമ്മുടെ ബഡ്ജറ്റ് മണി കൂടുതലായിട്ട് നീക്കി വയ്ക്കുന്നത്. നമ്മൾ സങ്കല്പിക്കുക, യുദ്ധമില്ലാതിരുന്നെങ്കിൽ എല്ലാവരും ഏകോദര സഹോദരങ്ങളായി ജീവിച്ചിരുന്നെങ്കിൽ എന്തൊരു സുഖമായിരുന്നു. പക്ഷേ ഞാൻ ഈ നൂറ്റാണ്ട് മാത്രമല്ല, നമ്മൾ പഴയ നമുക്ക് ഭാരതത്തിൽ പ്രത്യേകം എന്താണ് രാമായണത്തിൽ യുദ്ധത്തെ പറ്റി പറയുന്നുണ്ട്. രാമായണത്തിൽ യുദ്ധമാണ് അത് കഥ, അതേമാതിരി മഹാഭാരതത്തിലെ യുദ്ധമാണ് കഥ. അപ്പോൾ അവിടെ എല്ലാം യുദ്ധത്തിന്റെ കഥകൾ ആരംഭം മുതലുണ്ട്. മനുഷ്യനാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ചിലർ പറയുന്നത് ഇവിടെ ഞാൻ സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം. ലോകപ്രസിദ്ധമായ ഒരു പുസ്തകമാണ് ലിയോ ടോൾസ്റ്റോയുടെ വാർ ആൻഡ് പീസ്, യുദ്ധവും സമാധാനവും. അത് റഷ്യക്കാരൻ എഴുതിയതാണ്. ഒരു മഹാകവി, വാർ ആൻഡ് പീസ്.
അദ്ദേഹം അതിനെപ്പറ്റി യുദ്ധത്തെ പറ്റിയൊക്കെ വാർ ആൻഡ് പീസ് അദ്ദേഹത്തില് അതിപ്പോഴും അത് വളരെ ഉന്നതമായ ഒരു ഗ്രന്ഥമായിട്ട് പരിഗണിക്കപ്പെടുന്നു. ലോകത്തിലെ ഞാൻ ഇന്നലെ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ ബൈബിൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഒരു പുസ്തകമാണ് ഈ പറയുന്ന വായിക്കപ്പെടുന്ന ഒരു പുസ്തകമായിട്ടാണ് ഞാൻ കണ്ടത്. പിന്നീട് മൂന്നാമത്തെ സ്ഥാനം മാവോസ് എന്നുള്ള പുസ്തകത്തിന്റെ പേര് ഞാൻ ഓർക്കുന്നത്. ദാസ് ക്യാപിറ്റൽ വാട്ടർ. അപ്പോൾ അത് ചിന്തിക്കാവുന്നതാണ്. ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് തപ്പിയെടുത്തൊക്കെ പറയുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ തെറ്റുകൾ പറഞ്ഞ. അപ്പോ യുദ്ധം ഇപ്പോഴും ഇപ്പോൾ നമുക്ക് മാധ്യമങ്ങളുണ്ട്. ഈ മാധ്യമങ്ങൾ ഇപ്പൊ നമ്മുടെ മോട്ടി സാർ ഇരിക്കുന്നു. മോട്ടി ഒരു മാധ്യമത്തെ പ്രതിനിധാനം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ കൈരളി ചാനൽ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയില്ല പല യുദ്ധങ്ങളെ പറ്റി. അതേപറ്റി അത് പറഞ്ഞിട്ട് ധാരാളം മാധ്യമങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് കൊണ്ട് മോട്ടി നമ്മുടെ റൈറ്റേഴ്സ് വർക്കിന്റെ സെക്രട്ടറി ആയിരിക്കുന്നത് ഒക്കെ ഞാൻ മോട്ടിയോട് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇപ്പോൾ കേരളത്തില് ഒത്തിരി ഇപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മുടെ സെന്നി ഉമ്മൻ സാർ എടുക്കുക, അദ്ദേഹത്തിന് ചാനലുണ്ട്. ഇപ്പൊ ആധുനിക കാലത്ത് ഇപ്പോ ചാനൽ അദ്ദേഹത്തിന്റെ ചാനൽ സെന്നി ഉമ്മന്റെ ചാനലുകളും ലോകത്തെമ്പാടും പ്രചരിപ്പിക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ നിലപാട് എന്താണെന്ന് മനസ്സിലാക്കുക. ചില ചാനലുകൾക്ക് ഒരു നിലപാടുണ്ട്, ചില ചാനലുകൾക്ക് ഒരു നിലപാടുമില്ല, സ്വതന്ത്ര നിലപാടുമാണ്. പക്ഷേ നിലപാടുണ്ടെങ്കിൽ പോലും ആ നിലപാട് വ്യക്തമാക്കാൻ, ആ നിലപാടിനെ പറ്റി ഒക്കെ സംസാരിക്കാൻ, ശബ്ദിക്കാൻ ഇന്ന് ശക്തിയുള്ള മാധ്യമ പ്രവർത്തകരെ ദുർലഭമാണ്. നമുക്കിവിടെ കേരള റൈറ്റേഴ്സ് ഫോറമുണ്ട്, അങ്ങനെ പല ഫോറങ്ങളുമുണ്ട്. ഇവിടെ ഈ സാംസ്കാരിക നായകന്മാർ അവരും വായില് ചുരുട്ടി ഇരിക്കുകയാണ്. അവർ ചിലര് പറയുന്നു അവര് സാംസ്കാരിക നായകന്മാരല്ല, അവരെല്ലാം പേടിത്തൊണ്ടന്മാരായി സാംസ്കാരിക നായികളായിട്ട് മാറിയിരിക്കുകയാണ്. ഒക്കെ രാജ്യത്തിന്റെ ഓരോ പ്രസിഡന്റുമാരെ അല്ലെങ്കിൽ യുദ്ധഭീകർ ഈ കൊടുത്തു വിടുന്ന അവരുടെ താളത്തിനത്ത് അവരുടെ ചൂടിനൊപ്പിച്ച് നൃത്തം ചെയ്യുന്ന, ഡാൻസ് ചെയ്യുന്ന സാംസ്കാരിക നായകനായിട്ട് സാംസ്കാരിക നായകന്മാർ മാറിയിരിക്കുകയാണെന്ന് ഒരു പ്രബന്ധം എഴുതിയ ഞാനല്ല കേട്ടോ പറഞ്ഞത്, ഞാൻ ഓർക്കുന്നു ഈ അവസരത്തില്. കാരണം ഇത് പറഞ്ഞ അദ്ദേഹം ജയിലിനുള്ളിലായി. പേര് ഞാൻ പറയുന്നില്ല പ്രത്യേകിച്ച്. അദ്ദേഹം ജയിലിനുള്ളിലായി. അപ്പോ അത് ഇപ്പൊ അമേരിക്കയിലായിട്ട് എവിടെ ആയിക്കോട്ടെ മാധ്യമ സ്വാതന്ത്ര്യം, യുദ്ധം വരുമ്പോൾ മാധ്യമ സ്വാതന്ത്ര്യത്തിന് ശങ്കലകൾ വീഴുകയാണ്. അവന്റെ എഴുത്തുകാരുടെ കൈകൾ കെട്ടപ്പെടുകയാണ്. അവന്റെ തൂലികകളിൽ നിന്ന് പിന്നെ മഷി ഒഴുകുകയില്ല. അവന്റെ തൂലിക ഉറയില് നമ്മൾ പറയാറുണ്ട്, തൂലിക എന്ന് പറഞ്ഞാൽ വാളിനേക്കാൾ ഖഡ്ഗത്തേക്കാൾ ശക്തിമത്താണ്. പക്ഷേ ഇപ്പൊ തൂലിക ഒടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എഴുത്തുകാരുടെ തൂലിക ഒടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യുദ്ധമേഖലയിൽ നിന്ന്, അതായത് യുദ്ധത്തിൽ വിന്നിംഗ് പാർട്ടിക്ക് അനുകൂലമായിട്ട് എഴുതിയാൽ അവന്റെ തൂലിക, അവന് അവാർഡുകൾ, അവന് പൊന്നാടുകൾ ധാരാളമായിട്ട് കിട്ടും. അവൻ വലിയ സാഹിത്യകാരനാണ്, വലിയ എഴുത്തുകാരനാണ്. അവന് പൊന്നാടകൾ അവന്റെ തോളിൽ വന്നു വീഴും. സാഹിത്യ അക്കാദമി അവാർഡുകൾ, രാഷ്ട്രത്തിന്റെ ഓരോരോ പേരുകൾ വിട്ട് അവന് പൊന്നാടകൾ ചാർത്തി ശ്വാസം മുട്ടിക്കും. അതേ അവസരത്തില് യുദ്ധത്തിനെതിരായിട്ട്, അനീതിക്കെതിരായിട്ട്, അക്രമത്തിനെതിരായിട്ട് ശബ്ദിക്കുന്നവൻ അവൻ നിശബ്ദനാക്കപ്പെടും. അവൻ വെറും കൂടൻ പീറയായിട്ട് അവനെ മൂലയ്ക്ക് താക്കും. അതാണ് ഇപ്പോഴത്തെ ലോകം. അപ്പോ ഞാൻ കൂടുതലായിട്ട് ഒത്തിരി ഈ വിഷയത്തെ പറ്റി എനിക്ക് സംസാരിക്കാറുണ്ട്. തീർച്ചയായിട്ടും ഇപ്പൊ നമ്മുടെ ജോൺ മാത്യു സാറ് പറഞ്ഞല്ലോ ചോദ്യങ്ങളോ, അത് എപ്പോഴെന്നും എനിക്കറിയില്ല. എനിക്ക് സർപ്രൈസ് ആയി. എന്തുമായിക്കോട്ടെ, ഐ ആം റെഡി. ചോദ്യങ്ങളും ഉത്തരങ്ങൾ ശരിയായിരിക്കണമെന്നില്ല, ഉത്തരങ്ങളിലും തെറ്റുപറ്റാം. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു സാധാരണക്കാരനാണ്. എന്നാൽ യുദ്ധങ്ങൾ ആയുധമെടുത്ത് രക്തച്ചൊടിച്ച് ഉള്ള യുദ്ധങ്ങളെ ഞാൻ അങ്ങേയറ്റം അപലപിക്കുന്നു. എത്ര വൻപനായാലും കൊമ്പനാണെങ്കിലും ശരി, ഈ യുദ്ധങ്ങൾക്ക് വെടിമരുന്നിട്ട ഇടുന്നവരെ തീർച്ചയായിട്ടും എനിക്ക് അപലപിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. സമാധാനമാണ് നമ്മൾ വീക്ഷിക്കുന്നത്. നമുക്ക് എന്ത് പ്രശ്നമുണ്ടായാലും പറയുക, സംസാരിക്കുക, തീർക്കുക.
മഹാത്മാഗാന്ധിയുടെ നാട്ടിൽ നിന്ന് വന്നവരാണ് നമ്മൾ. മഹാത്മാഗാന്ധി ഇന്ത്യയിലെ സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ മഹാത്മാഗാന്ധി പറഞ്ഞു, നമുക്കൊരു ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് വേണ്ട, നമുക്കൊരു സൈന്യം പ്രത്യേകം വേണ്ട എന്ന്. കാരണം മഹാത്മാഗാന്ധി ആയുധമെടുക്കാതെ സമരം ബ്രിട്ടീഷുകാരോട്, ദൂരനൃത്തം ഇല്ലാത്ത രാജ്യമായ ബ്രിട്ടീഷുകാരോട് സമരം ചെയ്ത് സ്വാതന്ത്ര്യം നേടിയ മഹാത്മജിയാണ്. അപ്പോൾ മഹാത്മജി പറഞ്ഞു, അപ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അതിനോട് ഏതാണ്ട് സമ്മതിച്ചു. വലിയ ഡിഫൻസ് ഒന്നുമില്ലായിരുന്നു. നമ്മുടെ കയ്യിൽ ആകപ്പാടെ ചുമ്മാ മൃഗങ്ങളെ വെടിവെക്കുന്ന കൊച്ചു കൊച്ചു തോക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അത് മുതലാക്കിക്കൊണ്ട് ചൈനയിൽ ചവലായി ആ അവസരത്തില് 1962 വർഷമൊക്കെ തെറ്റിയത് 62 ലഡാക്കിലേക്ക് ശരിയാണ്. ഓക്കെ, ലഡാക്കിലേക്ക് വന്ന് യുദ്ധം ചെയ്തു. നമ്മളെല്ലാം തോറ്റുപോയി. ജവഹർലാൽ നെഹ്റുവിന്റെയും മഹാത്മാഗാന്ധിയും ജനങ്ങൾ യുദ്ധം നടത്തി. അപ്പോൾ അന്ന് മുതലാണ് ഇന്ത്യയിൽ ശരിയായിട്ടുള്ള ഒരു ഡിഫൻസ് സിസ്റ്റം വന്നത്. മഹാത്മാഗാന്ധി ചിന്തിച്ച മാതിരി നടന്നില്ല. പക്ഷെ എന്ന് വെച്ച് മഹാത്മാഗാന്ധിയുടെ മരണത്തോടു കൂടി അത് അസ്തമിച്ചിട്ടില്ല. തീർച്ചയായിട്ടും അത് ലോകത്തെ എല്ലാവരും, രാഷ്ട്ര തലവന്മാരും എല്ലാവരും അത് ഏറ്റ് പിടിക്കേണ്ടതാണെന്ന് ആണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നീട് യുദ്ധങ്ങൾ തന്നെ തൊടുത്തുവിടുന്നവര് ചില അവസരത്തില് യുദ്ധങ്ങൾക്ക് കൂടുതൽ എണ്ണയൊഴിച്ചു കൊടുക്കുന്നവർ, ഗ്യാസ് കൊടുക്കുന്നവർ തന്നെ ചില അവസരത്തിൽ പറയും, എനിക്ക് സമാധാനത്തിന്റെ നോബൽ പ്രൈസ് വേണം. അവരാണ് യുദ്ധം ഉണ്ടാക്കുന്നത്. യുദ്ധത്തിൽ ആദ്യമായിട്ട് അല്ലെങ്കിൽ ആ വെടി നിർത്തൽ വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടാണ് ആ വെടി നിർത്തിയത്, അല്ലെങ്കിൽ ഞാൻ എന്നെ കൊണ്ട് എനിക്ക് സമാധാനത്തിന്റെ നോബൽ പ്രൈസ് എവിടെയുണ്ട്, എങ്ങനെയുണ്ട്? ഇതിനെപ്പറ്റി വിമർശിക്കാൻ പറ്റൂ. എഴുത്തുകാർക്ക്, ചിന്തകർക്ക്, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള എഴുത്തുകാർക്ക് ശക്തമായിട്ട് നിങ്ങളുടെ തൂലിക ലഭിക്കാൻ പറ്റൂ. ഭയപ്പാടാണ്, എനിക്കറിയാം. എന്ത് ചെയ്യും? നമുക്ക് ജീവിച്ചു പോകണം. നമ്മൾ പലരും നമ്മൾ എല്ലാവരും നമുക്ക് ഉണ്ടയില്ലാത്ത കുറെ വെടികൾ വയ്ക്കാമെന്ന് മാത്രം. പലരും ഇവിടെ വന്നിരിക്കുന്ന പലരും 70 കഴിഞ്ഞവരാണ്. അപ്പോൾ ഇനി ഏതാണ് നാളിന് മാത്രം നമ്മൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വലിയ പ്രതിഭാസത്തിനെതിരായിട്ട് ഫൈറ്റ് ചെയ്യാൻ, തൂലിക ലഭിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് ഏതാണെങ്കിലും ഞാനവിടെ സെമിത്തേരി മേടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ എന്നെ ഘടിപ്പിക്കാനായിട്ട് ഇനിയിപ്പോ വെളി കിടന്ന് എനിക്ക് മരിക്കാൻ, രാഷ്ട്രീയ തടവുകാരായിട്ട് മരിക്കാൻ പറ്റില്ല. അതിന് എഴുതില്ല. പിന്നെ വെസ്റ്റീമ് അല്ലെങ്കിൽ ഇവിടെ അവിടെ സെമിത്തേരി കൊണ്ട് നടക്കണമെന്ന് എനിക്ക് ഏതവസരത്തിൽ നമ്മൾ പോകാം. ഞാനടക്കം പോകാം. എന്റെ റീഡിങ് ഇപ്പൊ കണ്ടല്ലോ 300ഓളമായി എന്റെ റീഡിങ്. അപ്പൊ അതുകൊണ്ട് നമ്മളായാലും ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. നമുക്ക് ആഗ്രഹിക്കാം, പക്ഷെ ചെയ്യാൻ ധൈര്യമുള്ളത് യുദ്ധത്തിനെതിരായിട്ട് ഒരു നിലപാടെടുക്കാൻ, മാനസികമായിട്ടെങ്കിലും ഒരു നിലപാടെടുക്കാൻ. ആദ്യത്തെ മലയാളിയെ കണ്ട മാതിരി യുദ്ധം കാണുമ്പോൾ രസിക്കുകയല്ല, ഒരു ഫുട്ബോൾ മാച്ച് കാണുന്ന മാതിരി അവൻ ചിക്കനും കടിച്ചു മറിച്ച് തിന്നുകൊണ്ട് ആർത്തിരിക്കുകയാണ്. ഒന്നോടെ അവന്റെ തലയിലേക്ക് പോകുമ്പോൾ ഒക്കെ അവിടെ കിടന്ന് മനുഷ്യൻ പിടയ്ക്കുകയാണ്. കുഞ്ഞു കുട്ടികൾ ആഹാരത്തിന് വേണ്ടി തെണ്ടുകയാണ്. ആ അവസരത്തിലാണ് ഇത്. ഓക്കെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ജോൺ ബാബു സാർ ടൈം നോക്കി. താങ്ക് യു വെരി മച്ച്. വളരെ ശ്രദ്ധയോടു കൂടി എന്നെ കേൾക്കുക. എല്ലാവർക്കും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു.